എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം ലേറ്റ് നൈറ്റ് തോട്ട്സ് നോക്കാം. കുറേ നാളായി അല്ലേ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഷോർട്സിലും കണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ലോങ് വീഡിയോ ഇട്ടിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ലേറ്റ് നൈറ്റ് തോട്ട്സ് നിങ്ങളുടെ പേഴ്സൺ രാത്രി ഇരുന്ന് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന, റിലേഷനെ കുറിച്ച് എന്തൊക്കെ ഇൻസെക്യൂരിറ്റീസാണ് അവർ ഫീൽ ചെയ്യുന്നത്, എന്തായിരിക്കും അവരുടെ തീരുമാനം, എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, ലേറ്റ് നൈറ്റ് തോട്ട്സ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ് അല്ലേ. അതിൻ്റെ ഇടയിൽ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ കേട്ടോ. അപ്പോൾ തുടങ്ങിയാലോ നമുക്ക്. ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ആവാൻ ശ്രമിക്കരുത്, മനസ്സിലായല്ലോ. പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പേഴ്സണൽ റീഡിങ് വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്തോളൂ. നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഓക്കെ, തുടങ്ങാം. എല്ലാവരും സമാധാനമായിട്ടിരിക്കുക. ഷഫ്ലിംഗ് ടൈമിൽ ഫോർവേഡ് ചെയ്ത് പോവരുത്. ഓക്കെ, ഷഫ്ലിംഗ് ടൈമിലാണ് നിങ്ങളുടെ എനർജി കണക്റ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ ഷഫ്ലിംഗ് ടൈമിൽ തീർച്ചയായിട്ടും കാണുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിൽ കൊണ്ടുവരിക. മുഖം ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, തുടങ്ങട്ടെ. പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് അവർക്കായിട്ട് എന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സ് ഇതെന്നാണോ കാണുന്നത്, ഈ വീഡിയോ കാണുന്നതിൻ്റെ തലേ ദിവസമുള്ള ലേറ്റ് നൈറ്റ് തോട്ട്സാണ് എനിക്ക് വേണ്ടത്. പ്ലീസ് ഗൈഡ് late night thoughts of my viewers person for them. Late night thoughts of my viewers person for them. Late night thoughts of my viewers person for them. എടുക്കട്ടെ. King of Swords, ഐശ്വരി. Empress, Magician, Ace of Swords, Six of Cups. Okay. 8 of Swords, share. 4 of Pentacles, Queen of Swords. വഴക്കിട്ടോ? Queen of Cups രണ്ടാളും. Knight of Swords, Queen of Pentacles, Page of Wands, Moon, 9 of Cups, 4 of Cups, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 8 of Wands. എന്തിനാ വഴക്കിട്ടെ രണ്ടാളും? ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു ഈഗോ ഇഷ്യൂ രണ്ടുപേരുടെ ഇടയിൽ ഉള്ളതായിട്ട് കാണുന്നു. കിങ് ഓഫ് സോർട്സ് ആൻഡ് ക്വീൻ ഓഫ് സോർട്സ് വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും സ്പൗസായിരിക്കാനും സാധ്യതയുണ്ട്. പരസ്പരം വിവാഹിതരായിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങൾ മാരീഡ് കപ്പിൾ ആണെങ്കിൽ എന്തോ ഒരു ഈഗോ ക്ലാഷ് നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുള്ളതായിട്ട് കാണുന്നു. നിങ്ങൾക്കും സോറി പറയാൻ വയ്യ, അവർക്കും സോറി പറയാൻ വയ്യ. പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ബലം പിടിച്ചിരിക്കുകയാണെന്ന പരസ്പരം ഭയങ്കര സ്നേഹമാണ്, വിട്ടിരിക്കാനും വയ്യ. പക്ഷേ മനഃപൂർവ്വം സെൽഫ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ഞാൻ പറയില്ല, അവരാദ്യം പറയട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളായാലും അവരായാലും രണ്ടുപേരും തന്നെ ആ രീതിയിൽ പറയുന്നതായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. എന്നിട്ട് രാത്രി ഇരുന്ന് ആലോചിക്കുകയാണ്, പറയണോ വേണ്ടയോ, അവർ വിളിക്കോ വിളിക്കാതിരിക്കോ, എങ്ങനെ വിളിപ്പിക്കാം എന്നൊക്കെയുള്ള ചിന്ത. ഞാൻ വിളിച്ചാൽ മോശമാകുമോ, ഞാൻ താണു പോകുമോ എന്നൊക്കെയുള്ള ചിന്ത മെയിനായിട്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫല്ലേ, ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് ഒരു സോറി പറഞ്ഞങ്ങ് തീർത്തൂടെ? എന്തിനാ ഈ ഒരു കുഞ്ഞു ജീവിതമാണ്, ആ കുഞ്ഞു ജീവിതത്തിന് ഇഷ്യൂസ് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് മനസ്സ് വിഷമിച്ച് എന്തിനാ? കുറച്ച് ദിവസങ്ങളല്ലേ നമുക്ക് ഒരുമിച്ച് കിട്ടുന്നത്, അപ്പോൾ അത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിക്കൂടെ അല്ലേ? ഇത് നിങ്ങൾ കപ്പിളായാലും ശരി, അല്ലെങ്കിൽ ഇൻ റിലേഷൻ ആയാലും ശരി, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണോ അല്ലയോ, നിങ്ങൾ ഇൻ റിലേഷൻ ആണ്, ചെറിയ വഴക്കൊക്കെയാണ്, ഈഗോ ഇഷ്യൂസൊക്കെയാണ്, അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകൂ. ഈ പറഞ്ഞതുപോലെ ചെറിയ ജീവിതമാണ്, അതിനെ ഉള്ള രസം കളയണ്ടല്ലോ അല്ലേ? എംപ്രസ് വെച്ചിട്ട് നിങ്ങളെ അവർക്ക് ഭയങ്കര ഇഷ്ടവുമാണ്, നിങ്ങളെ വളരെ ഹൈ ലെവലിലാണ് അവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നത്. നിങ്ങളില്ലാതെ അവർക്ക് പറ്റേയില്ല. നിങ്ങളുടെ മുഖം, നിങ്ങളുടെ ശബ്ദമൊക്കെ തന്നെയാണ് 24 മണിക്കൂർ ഇവരുടെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷേ ഈഗോ ക്ലാഷ് മൂലം ഇവർക്ക് തലകുനിച്ച് തരാനും വയ്യ എന്നുള്ളൊരു സ്ഥിതിയാണ്. മജീഷ്യൻ വെച്ചിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളും ആയിരിക്കാം, നിങ്ങളോ അവരോ രണ്ടുപേരും തന്നെ പരസ്പരമായിട്ടാണ് എനിക്ക് കാണുന്നത്. മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ റിലേഷനിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ആക്കി നിങ്ങൾ വീണ്ടും ഒരുമിച്ച് ചേരണം എന്നുള്ള രീതിയിൽ രണ്ടുപേരും തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട്, പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. തുടർച്ചയായിട്ട് ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ് കേട്ടോ. രാത്രി മൊത്തം എണീറ്റിരുന്ന ചിന്തയാണ്, ഉറക്കമൊന്നുമില്ല, എങ്ങനെ ഇത് ശരിയാക്കാം എന്നുള്ളത് അവരാലോചിക്കുകയാണ്. ഓക്കെ, ഏസ് ഓഫ് സോർട്സ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എത്ര വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ളത് അവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അവരതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ്. നിങ്ങളുടെ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തുള്ള ഓർമ്മകളൊക്കെ, നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കുമല്ലോ, ആ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഒക്കെ അവർ വീണ്ടും വീണ്ടും ആലോചിക്കുന്നതായിട്ട്, നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളായിരിക്കാം, ഒരുമിച്ച് പുറത്തു പോയതായിരിക്കാം, അതെല്ലാം ഒരു തുടർച്ചയായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. 8 ഓഫ് സോർട്സ് വെച്ചിട്ട് എന്തൊക്കെയായിരുന്നിട്ടും, ഇത്രയും മിസ്സിങ് എനർജി, ഇത്രയും മാനിഫെസ്റ്റേഷൻ എല്ലാം ആയിരുന്നിട്ടും ആ ഒരു ഈഗോയുടെ ഒരു ചെറിയ പ്രശ്നം കാരണം അങ്ങ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുക. അവരാദ്യം വിളിക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ ആ ഒരു സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ചുമ്മാ ഒരു ഫീലിംഗ് ആണ്, ഞാൻ വിളിച്ചാൽ തോറ്റു പോകും എന്നുള്ള ചുമ്മാ ഒരു ഫീലിംഗ്. അതങ്ങ് മാറ്റി വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നിട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ട് രാത്രി മൊത്തം ഉറങ്ങാതെ എണീറ്റിരിക്കുക, സ്ട്രെസ് അനുഭവിക്കുക എന്നുള്ള സിറ്റുവേഷനാണ്. 4 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് പൊസസീവായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ പറ്റിയിട്ട് കേട്ടോ. ഭയങ്കര പൊസസീവായിട്ട്, ഇൻസെക്യൂർ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളവരെ വിട്ടു പോകുമോ, നിങ്ങളുടെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ടോ, അങ്ങനെയൊക്കെ. എന്നാൽ അത്ര നാൾ എന്നോട് എങ്ങനെ മിണ്ടാതിരിക്കും, അങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ മറ്റ് ആരോടെങ്കിലും താല്പര്യം തോന്നി കാണുമോ എന്നൊക്കെയുള്ള അനാവശ്യ ചിന്തകൾ ഇവരുടെ മനസ്സിൽ കൂടെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ക്വീൻ ഓഫ് സോഴ്സ്, കിങ് ഓഫ് സോഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ക്വീൻ ഓഫ് കപ്സ് വെച്ചിട്ട് ഹൈലി ഇമോഷണൽ ആയിട്ട് സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു. സങ്കടവും ദേഷ്യവും, ഏതാണ് നിങ്ങൾ വിളിക്കുന്നില്ല, അപ്പോൾ സങ്കടവും ദേഷ്യവും എല്ലാം തന്നെ തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഫോൺ എടുത്ത് ഇങ്ങോട്ടൊന്ന് വിളിച്ചുവിടേ, അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു മെസ്സേജ് അയച്ചുവിടേ അല്ലേ. നൈറ്റ് ഓഫ് സോൾസ് വെച്ചോ നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തണമെന്ന് വളരെ ആഗ്രഹം തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അടുത്ത വണ്ടി പിടിച്ച് നിങ്ങൾ കയറി നിങ്ങളുടെ അടുത്തേക്ക് വന്നാലോ എന്ന് തീർച്ചയായിട്ടും ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. നിങ്ങൾ സ്ത്രീ ആയാലും പുരുഷനായാലും സ്വന്തം സമ്പാദ്യവും സ്വയം സെൽഫ് റെസ്പെക്റ്റൊക്കെ വളരെയധികം കീപ്പ് ചെയ്യുന്ന ഒരാളായിട്ട് ആണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് അതിനെപ്പറ്റി റെസ്പെക്റ്റുമാണ് കേട്ടോ. നിങ്ങൾ ആ ഒരു ക്വാളിറ്റി അവർക്ക് ഭയങ്കര റെസ്പെക്റ്റുമാണ്. നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതിനെ പ്രതി അവർക്ക് റെസ്പെക്റ്റും ഉണ്ട് എന്നുള്ളതാണ് അതിൽ തമാശ. പേജ് ഓഫ് ഫോൺസ് വെച്ച് തീർച്ചയായും നിങ്ങൾക്കൊരു കോൾ, ഒരു മെസ്സേജ്, നിങ്ങളെ വന്ന് കാണണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു പല പ്രാവശ്യം ഫോൺ എടുത്ത് മെസ്സേജ് ടൈപ്പ് ചെയ്ത് കാണും, പക്ഷേ സെൻഡ് ചെയ്ത് കാണില്ല. ഓക്കെ, അങ്ങനെ എഴുതുക, ഡിലീറ്റ് ചെയ്യുക, അങ്ങനെ. പക്ഷേ ഭയങ്കര മിസ്സിങ് എനർജിയാണ്. മൂണിൻ്റെ എനർജി വെച്ചിട്ട് ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ഇൻസെക്യൂരിറ്റിയും അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എങ്ങനെ എത്ര നാൾ മിണ്ടാതിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ച് അവരുടെ അടുത്തേക്ക് സ്നേഹത്തോടെ വരുന്ന ആ ദിവസം അവർ സ്വപ്നം കാണുകയാണ് കേട്ടോ. അതാണ് അവരുടെ ഏറ്റവും വലിയ വിഷ് ഫുൾഫിൽമെൻറ്റ് എന്നവർ കരുതുന്നുണ്ട്. 4 ഓഫ് കപ്സ് വെച്ചിട്ട് വീണ്ടും മിസ്സിങ് എനർജിയാണ്. വളരെയധികം മിസ്സ് ചെയ്യുന്നു. അവരെവിടെയാണോ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും നിങ്ങളിത് കാണുന്ന സമയത്ത് 2 സ്ഥലത്തായിരിക്കാൻ സാധ്യതയുണ്ട്. നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജി വെച്ചിട്ട് 2 സെപ്പറേറ്റ് സ്ഥലങ്ങളിൽ ഇരിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. 8 ഓഫ് വോൺസ് വെച്ച് കമ്മ്യൂണിക്കേഷൻ, ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, സഡൻ കമ്മ്യൂണിക്കേഷനൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അതിനെപ്പറ്റി പെട്ടെന്ന് നിങ്ങളെ അങ്ങ് വിളിച്ചാലോ, ഒന്നും ആലോചിക്കാതെ നിങ്ങളെ വിളിച്ചാലോ എന്നവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ആലോചന മാത്രമേ ഉള്ളൂ, ആക്ഷൻ ചെയ്യുന്നില്ല, അതാണല്ലോ പ്രശ്നം. കുറച്ച് കാർഡ്സ് കൂടി തരൂ. ലേറ്റ് നൈറ്റ് തോട്ട്സ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് കൂടി തരൂ. 6 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്ന് അവർ തീർച്ചയായും ചിന്തിക്കുന്നുണ്ടായിരുന്നു. സ്നേഹം തന്ന്, പണ്ടത്തെ പോലെ, നേരത്തെ പോലെ സ്നേഹം തന്ന് സ്നേഹം കൈപ്പറ്റണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 4 ഓഫ് വോൺസ് വെച്ചൊരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണമെന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കിങ് ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളെ പ്രതി ഹൈലി റെസ്പെക്റ്റുമാണ്. ഓക്കെ,
ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ആ ഒരു ഫീലിംഗ് തന്നെയാണ് അവിടെ കാണുന്നത്. ഹൈലി അട്രാക്റ്റഡും ആണ് നിങ്ങളുമായിട്ട്. ഓക്കെ, ലവ്, അട്രാക്ഷൻ, റെസ്പെക്റ്റ് എല്ലാം തന്നെ അവർ നിങ്ങൾക്ക് വേണ്ടി ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളുടെ മുഖം, നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ പെരുമാറ്റം എല്ലാം ഇവരെ വല്ലാതെ ആകർഷിക്കാറുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് തരം റിസ്ക് ഉണ്ടെങ്കിലും അതെല്ലാം ഫേസ് ചെയ്യാൻ അവർ തയ്യാറാണ്. എന്ത് തന്നെ ആയാലും പരിഹരിച്ച് മുന്നോട്ട് പോകാം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഹാമിറ്റ് വെച്ചിട്ട് വല്ലാത്തൊരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ്. കാരണം നിങ്ങൾ മിണ്ടുന്നില്ല. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് അവർക്ക് പിടികിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ആകെപ്പാടെ ഒരു ഒറ്റപ്പെട്ട ഫീലിങ്ങിലാണ് അവർ ഇരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇവർ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും കാണുന്നു. നിങ്ങളുടെ മെസ്സേജസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നും കാണുന്നു. ഓക്കെ, ഇവരുടെ സുഹൃത്തുക്കളോട് നിങ്ങളെപ്പറ്റി സംസാരിക്കാറുണ്ട് എന്നും കാണുന്നു കേട്ടോ. ഈ തലേ ദിവസം രാത്രി ഇവർ മിക്കവാറും ഇന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇന്നലെ രാത്രി ഇവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നും കാണുന്നു. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് എന്താ പറയുക, ക്ഷമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ബാലൻസിൽ എത്തിക്കൂ എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് പ്രകാരം ഇവർ ആലോചിക്കുകയാണ് നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചാലോ എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. ഒരു ബാലൻസിൽ എത്തിക്കണം, വഴക്ക് മാറ്റൂ എന്ന് തന്നെയാണ്. നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അവർ ഉപദേശിച്ചിരിക്കുന്ന കോണ്ടാക്ട് ചെയ്യൂ, മെസ്സേജ് അയക്കൂ, എന്തിന് മിണ്ടാതിരിക്കണം, ഒരു ബാലൻസിൽ എത്തിക്കൂ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് തന്നെ അവർ ഉപദേശിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അതിനെപ്പറ്റി കാര്യമായിട്ട് ആലോചിക്കുന്നുമുണ്ട് കേട്ടോ. അത് ശരിയാണല്ലോ, എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ ശരിയാണല്ലോ. ആ ഒരു വഴക്കൊക്കെ മാറ്റി എന്ത് തന്നെ ആയാലും സെപ്പറേഷൻ മാറ്റിയിട്ട് ഒരു ബാലൻസിൽ എത്താം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ഓവർ തിങ്കിങ് ആണ്. വല്ലാത്ത ഓവർ തിങ്കിങ്ങിൽ കൂടി കടന്നു പോകുന്നതായിട്ട് കാണുന്നു. എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊരു കൺഫ്യൂഷൻ എല്ലാം മനസ്സിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ചിന്തകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തിനാ ഇത്രയും ഓവർ തിങ്കിങ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങൾക്ക് അവരോട് ഇഷ്ടമാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എത്ര തന്നെ വഴക്കിടും അല്ലേ, ഒന്ന് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അതിന് ഇത്രയും ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. 2 ഓഫ് കപ്സ്, നിങ്ങളെ വന്ന് നേരിട്ട് കണ്ട് കാണണം, അടുത്ത് കാണണം, സംസാരിക്കണം, റീയൂണിയൻ വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ സുഹൃത്തുക്കൾ നല്ലപോലെ തന്നെ ഇവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് എന്നർത്ഥം. റീയൂണിയൻ്റെ കാര്യം അവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. സ്ട്രെങ്ത്, ഞാൻ പറഞ്ഞില്ലേ, പ്രശ്നങ്ങൾ എന്തായാലും സോൾവ് ചെയ്ത് പോകാമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള വഴക്കാണെങ്കിൽ തന്നെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ സ്പൗസ് ആണെങ്കിൽ, ഈ പിരിഞ്ഞിരിക്കുന്നത്, ഈ വഴക്കിട്ടിരിക്കുന്ന നിങ്ങളുടെ സ്പൗസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ഉടനെ തന്നെ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അടുത്തൊരു 10 ദിവസത്തിനകം ഒരു റീയൂണിയൻ നിങ്ങളും നിങ്ങളുടെ സ്പൗസുമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചെറിയ ഈഗോ ക്ലാഷ് ആണെങ്കിലാണ് ഞാൻ പറഞ്ഞ, ഭയങ്കര ഭീകര വഴക്കാണെങ്കിലല്ല. ഈഗോ ക്ലാഷ് മാത്രം കാരണം മിണ്ടാതിരിക്കുകയാണ്, പരസ്പര സ്നേഹം നല്ലപോലെ ഉണ്ട് എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അത് നിങ്ങളുടെ സ്പൗസ് ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 10 ദിവസത്തിനകം ഒരു റീയൂണിയൻ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പൗസുമായിട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക്, നിങ്ങൾ നല്ല പാർട്ട്ണർഷിപ്പിലാണ്, ലവ് റിലേഷൻഷിപ്പാണ്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് റിലേഷൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ അവർക്ക് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. വീട്ടുകാരോട് സംസാരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യത്തിനെ പറ്റിയിട്ടും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കേസ് ബൈ കേസ് എടുത്തോളുക. ഓക്കെ, 2-3 കാർഡോടെ എടുക്കുക. ചാരിയറ്റ്, നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതിനെ പറ്റിയാണ്. 2 ഓഫ് കപ്സിൻ്റെ എനർജി അവിടെ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ആണെങ്കിൽ, ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നതിനെ പറ്റിയിട്ടും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്ന് കാണുന്നു കേട്ടോ. വരുന്ന സമയത്ത് ഒരു തീരുമാനം എടുത്തിട്ട് തന്നെയാണ് അവർ വരുന്നത്. പരസ്പരം സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇതിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ ഒരു ജനറൽ റീഡിങ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ കണക്ഷൻ വരുന്നത് വൈസ് വേഴ്സയും കൂടി എടുത്തോളണം. ഓക്കെ, വൈസ് വേഴ്സ പറയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടോ ആവാം, അവിടെ നിന്ന് ഇങ്ങോട്ടോ ആവാം. രണ്ടുപേരുടെയും തന്നെ ഫീലിങ്സ് ഇതിൽ കണക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണോ അത് റെസനേറ്റ് ആകുന്നത് അതുപോലെ എടുത്തോളണേ. ഞാൻ അത് ആദ്യം പറയാൻ വിട്ടുപോയി. ഓക്കെ,
ഒരു 2 കാർഡ് കൂടി കേട്ടോ. കഴിഞ്ഞു. നിങ്ങൾ അവരുടെ ലൈഫിലൊരു സ്റ്റാർ സാന്നിധ്യമാണെന്ന് തന്നെ അവർ വിചാരിക്കുന്നു. നിങ്ങൾ അവരുടെ ലക്കി ചാമാണ്. നിങ്ങളെന്നും അവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. എന്നാൽ കണക്ഷൻ വിടിയിക്കാൻ അവർക്ക് താല്പര്യമില്ല. ഓക്കെ, നിങ്ങൾ അവർക്ക് ഒരുപാട് സന്തോഷം കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകൾ അവർക്ക് ഒരുപാട് സന്തോഷം കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അവരുടെ പ്രശ്നങ്ങളുടെ എല്ലാം സൊല്യൂഷൻ നിങ്ങളാണ്. അവർക്ക് എന്ത് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഓടി വരുന്ന നിങ്ങളുടെ അടുത്തായിരിക്കും. അതിനൊരു പരിഹാരം കാണാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, നിങ്ങൾ അവരുടെ ഒരു പില്ലർ ഓഫ് സ്ട്രെങ്ത് ആണ്. മനസ്സിലായില്ലേ? പില്ലർ ഓഫ് സപ്പോർട്ടാണ് അവർക്ക്. അങ്ങനെയാണ് അവർ നിങ്ങളെ കാണുന്നത്. വളരെ വലിയ സ്ഥാനത്താണ് അവർ നിങ്ങളെ വെച്ചിരിക്കുന്നത്. ഭയങ്കര റെസ്പെക്റ്റുമാണ്, സ്നേഹവുമാണ് കേട്ടോ. അപ്പോൾ ആ ലെവലിൽ തന്നെ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്ന് അവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് തന്നെ ധ്യാനിക്കുകയാണ്. ഉറക്കം കുറവായിട്ട് കാണുന്നു. ഇന്നലെ രാത്രി ഇവർക്ക് ഉറക്കം കുറവായിട്ട് കാണുന്നു. ഇരുന്ന് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയായിരുന്നു. പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. എന്തായാലും പലർക്കും റീയൂണിയൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ സ്പൗസ് ആണെങ്കിൽ, ഒരു സ്പൗസ് യൂണിഫോംഡ് ജോബ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് ഹൈപ്പും കൂടെ ചെയ്ത് തരണേ. വേറെ എന്താണ്, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോണ്ടാക്ട് ചെയ്തോളൂ, നമുക്ക് ചെയ്യാം. ഓക്കെ, ഫ്രൈഡേ രാവിലെ 11 മണിക്ക്, ഫ്രൈഡേ പറയുമ്പോൾ നാളെ രാവിലെ 11 മണിക്ക് സബ്സ്ക്രൈബേഴ്സ് ലൈവ് ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് ജോയിൻ. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റും കൂടെ ഇട്ടേക്കാം. ഓക്കെ, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ കുറച്ച് രാത്രിയായിട്ടേ ഇടുള്ളൂ. ഇട്ടില്ലെങ്കിലും ഞാൻ എങ്ങാനും മറന്നുപോയാൽ നാളെ 11 മണിക്ക് സബ്സ്ക്രൈബേഴ്സ് ലൈവ് ജോയിൻ ചെയ്തോളൂ എല്ലാവരും കേട്ടോ. ഒരു 2 hours ഉണ്ടാവുമേ. അതിൽ പറ്റുന്നവരുടെ എല്ലാം ഞാൻ നോക്കും. ചിലരുടെ ഈ 2 hours നമുക്ക് ചിലപ്പോൾ ഞാൻ വിട്ടുപോകും. ഓക്കെ, നോക്കാൻ എല്ലാവരും 200 പേര് ജോയിൻ ആയി 200 പേരുടെയും നോക്കാൻ പ്രാപ്തി എനിക്കില്ല. ഞാനതിപ്പോഴേ പറയുകയാണ്. മാക്സിമം ആ 2 hours നോക്കാൻ പറ്റുന്നവരുടെ എല്ലാം ഞാൻ നോക്കിത്തരും കേട്ടോ. നമുക്ക് പരമാവധി നോക്കാം. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ നാളെ ജോയിൻ ചെയ്തോളൂ എല്ലാവരും കേട്ടോ. മെമ്പേഴ്സ് ലൈവിൽ വന്നവരെ ദയവായിട്ട് സ്കിപ്പ് ചെയ്യുക. അല്ല, ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുക കേട്ടോ. മറ്റുള്ളവർക്കൊരു ചാൻസ് കിട്ടട്ടെ. ഓക്കെ അല്ലേ? വേറെ ഒന്നുമില്ല. ഓക്കെ, പിന്നെ പേഴ്സണൽ റീഡിങ് ഓൾറെഡി എടുത്തവർക്ക് പേഴ്സണൽ റീഡിംഗ് ആണ് വാലിഡ് ആയിട്ട് വരുന്നത്. ലൈവിൽ ദയവായിട്ട് വീണ്ടും അതേ ചോദ്യം ചോദിക്കാതിരിക്കുക. പേഴ്സണൽ റീഡിംഗ് വന്നവർ, അപ്പം ഞാൻ പറയുന്നത് പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ സാധിക്കാത്തവർ ലൈവിൽ വരട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.